ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, തുറന്ന മനസ്സോടെ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ഗ്രഹിക്കാം. ഇന്ന് ക്രിസ്തു നമ്മോട് വചനത്തിലൂടെ എന്ത് സംസാരിക്കുന്നു എന്ന് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന് വിഭജിച്ച് ലഭിക്കുന്നതാണ്. തുറന്ന മനസ്സോടെ ദൈവവചനത്തിൻ്റെ മുന്നിലിരിക്കുക. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന വചനഭാഗം പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗത്ത് നിന്ന് ചില ചിന്തകളാണ്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വചനഭാഗങ്ങളിൽ നിന്നുള്ള ചില ചിന്തകൾ. ഞാനതിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ 29 മുതൽ 32 വരെയുള്ള 4 വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ചില പാപ സ്വഭാവങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില തിന്മകളാണത്. നാം പലപ്പോഴും ഒഴിവാക്കാൻ ആഗ്രഹിച്ചിട്ടും ഒഴിവാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ചില പാപത്തിൻ്റെ മേഖലകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏകദേശം 22ഓളം പാപങ്ങളുടെ ലിസ്റ്റ് വളരെ കൃത്യമായി അവിടെ എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യത്തിലാണ് ഈ പാപത്തിൻ്റെ ലിസ്റ്റ് പറയുന്നത്. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ഇവിടെ ഇപ്പോൾ 4 പാപങ്ങളെക്കുറിച്ച് പറഞ്ഞു: അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി. വീണ്ടും അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അസൂയ, കൊല, പിണക്കം, കപടം, ദുർശീലം തുടങ്ങിയവയെക്കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുന്നു. തുടർന്ന് 30-ാമത്തെ വാക്യത്തിൽ ഏഷണി, കുരള പറയുന്ന സ്വഭാവം, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവ് അറ്റവർ. ഇങ്ങനെ ഒരു 21ഓളം പാപങ്ങളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകളുടെ ഒരു ലിസ്റ്റ് അവതരിപ്പിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത്: ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവകൽപ്പന അവർക്കറിയാം, എന്നിട്ടും അവർ അത് പ്രവർത്തിക്കുകയും അത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വായിച്ച തിന്മകൾ നിങ്ങളും പലപ്പോഴും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുമ്പസാരങ്ങളിൽ ഒക്കെ ഏറ്റുപറയാൻ ശ്രമിച്ചിട്ടുള്ള പാപങ്ങളായിരിക്കാം. അസൂയ, ഏഷണി, കുറ്റം പറയൽ, ദുർസ്വഭാവങ്ങൾ, അനുസരണയില്ലായ്മ. പലപ്പോഴും നമ്മളിത് കുമ്പസാരങ്ങളിൽ ഏറ്റുപറയാറുണ്ട്, ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ വാക്ക് കൊടുക്കാറുമുണ്ട്. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ അതൊന്നും നടക്കാറില്ല എന്നുള്ളത് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന സത്യസന്ധമായൊരു വസ്തുതയാണ്. പലപ്പോഴും ഏറ്റുപറയുന്നുണ്ട്, പക്ഷേ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് എല്ലാ കുമ്പസാരങ്ങളിലും പതിവായി ആവർത്തിക്കപ്പെടുന്ന പല പാപങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ലിസ്റ്റിനകത്തുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഈ തിന്മ ഒഴിഞ്ഞു പോകാത്തത്? പല ആളുകളും ഈ തിന്മ ജീവിതത്തിൽ താലോലിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, ഇത് മാറ്റണമെന്ന് സത്യസന്ധമായ ആഗ്രഹമുള്ള നല്ലൊരു സമൂഹമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പോലും ചില വേദഭാഗത്ത് റോമാലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്: ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നന്മ ചെയ്യാൻ. ഈ തിന്മകളിൽ നിന്ന് ഒഴിവാകാൻ ഹൃദയത്തിൽ സത്യസന്ധമായ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എന്താണ് ഈ ഒരവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തപ്പെടാനിടയായ കാരണം എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരന്വേഷണമാണ്. കാരണം നിങ്ങൾ പോലും നിങ്ങളുടെ ഹൃദയത്തിൽ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാകും ഇതിനൊരു ഉത്തരം കിട്ടാൻ. ദൈവമേ, ഞാൻ ഈ വാശിയും വഴക്കും അസൂയയൊക്കെ മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കിത് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഈ തിന്മ നിലനിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.
ഞാനിപ്പോൾ വായിച്ച ഈ 29 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ഈ 22ഓളം തെറ്റുകൾ യഥാർത്ഥത്തിൽ പാപങ്ങൾ എന്ന വിധത്തിലല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പാപസ്വഭാവങ്ങൾ എന്ന വിധത്തിലാണ്. ക്യാരക്ടർ ഓഫ് സിൻ. യഥാർത്ഥത്തിൽ അത് ചില സ്വഭാവ പ്രത്യേകതകളാണ്. ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ഈ സ്വഭാവ പ്രത്യേകതകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ഈ സ്വഭാവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ സ്വഭാവങ്ങൾ നിരന്തരമായി നാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവങ്ങൾ നമ്മളിൽ എത്തപ്പെട്ടത് എങ്ങനെ? ഒരു ക്യാരക്ടർ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? പലപ്പോഴും നമ്മളെപ്പോഴും പറയുന്ന ചില പതിവായ പ്രയോഗങ്ങളുണ്ട്. അവൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ്, അവൻ്റെ അമ്മയുടെ സ്വഭാവമാണ്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മക്കളുടെ സ്വഭാവത്തെ മാതാപിതാക്കളുമായി താരതമ്യപ്പെടുത്താറുണ്ട്. ശരിയാണത്. നമുക്കറിയാം, നമ്മുടെ അപ്പൻ ആരാണോ, നമ്മുടെ അമ്മ ആരാണോ, അതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകൾ നമ്മളുടെ ജീവിത സ്വഭാവത്തിലും കടന്നു വരാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് നാം ഗൗരവമായി പരിശോധിക്കേണ്ടത്. ഈ തിന്മയുടെ സ്വഭാവ പ്രത്യേകതകൾ എന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഞാൻ ഏത് പിതാവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്? ദൈവപിതാവിൻ്റെ കരങ്ങളിലാണ് ഞാനെങ്കിൽ, ക്രിസ്തുവാണ് എൻ്റെ പിതാവെങ്കിൽ, ദൈവപിതാവാണ് എൻ്റെ യഥാർത്ഥ അപ്പൻ, എന്നിൽ നിലനിൽക്കുന്ന പിതാവ് എങ്കിൽ സത്യത്തിൽ എന്നിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണ് പുറപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഗലാത്യർ 5:22 നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന നിലയിൽ നാം കാണുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം തുടങ്ങിയ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടേണ്ട നമ്മളിൽ നിന്നാണ് ഈ തിന്മയുടെ സ്വഭാവം പുറപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലല്ല ഞാൻ എന്നുള്ളത് കൊണ്ടാണ്, ആ ദൈവത്തിൻ്റെ മകൻ എന്ന അവസ്ഥയിലല്ല ഞാൻ ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പിശാചിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ തിന്മയുടെ സ്വഭാവങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാനിതിനെ മാറ്റാൻ ശ്രമിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു മാറാത്തത്. അടിസ്ഥാനപരമായി നാം തിന്മയുടെ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് അടിസ്ഥാന നിയന്ത്രണം പിശാചിൽ നിന്ന് മാറ്റാതെ, തിന്മയിൽ നിന്ന് മാറ്റാതെ പാപത്തിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടും? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ആ സംശയങ്ങളുടെ ഉത്തരം അതിൻ്റെ അടുത്ത ഭാഗത്തെ ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ഒട്ടും തന്നെ അങ്ങ് അംഗീകരിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്, എങ്ങനെ ഞാൻ പിശാചിൻ്റെ കൈകളിലോ, ഞാൻ പിശാചിൻ്റെ കയ്യിലെ ഉപകരണമോ, ഞാൻ പിശാചിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയോ, ഇത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് നമ്മൾ ദൈവമക്കളാണെന്നാണ്. എല്ലാ പാപവും ചെയ്ത് തിന്മയുടെ അടിമത്വത്തിൽ ജീവിക്കുമ്പോൾ പോലും ഈ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ നാം തയ്യാറല്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, അത് നമ്മൾ എപ്പോഴും പറയും. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ചില വാക്യങ്ങളിൽ യേശുക്രിസ്തു വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളായിട്ടിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വാക്ക് യേശു യഹൂദന്മാരോട് പറയുമ്പോൾ യഹൂദന്മാർ ആ വിഷയത്തിൽ ക്രിസ്തുവിനോട് കയർക്കുന്നതും കാണുന്നുണ്ട്. അവർക്കൊരു തരത്തിലും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഈ പിശാച് എന്ന പിതാവിൻ്റെ കൈകളിൽ നാം എത്തപ്പെട്ടു? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 6 അടിസ്ഥാന പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിശാചിൻ്റെ കൈകളിൽ ഒരു വ്യക്തി ഏൽപ്പിക്കപ്പെട്ട് പിശാചിൻ്റെ സ്വഭാവങ്ങളായ ഈ 21ഓളം പാപ സ്വഭാവങ്ങളെ നാം പ്രകടിപ്പിക്കാനുള്ള കാരണമായി അടിസ്ഥാനമായ ഒരു 6 പാപങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. റോമാലേഖനം 1-ൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഈ 6 പാപങ്ങൾ നമ്മൾ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ പാപം 18-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടുത്തു. ഇതാണ് ഒന്നാമത്തെ തെറ്റ് മനുഷ്യൻ ചെയ്തതായിട്ട്
പറയുന്നത് പൗലോസ്ലീഹ. അനീതി കൊണ്ട് സത്യത്തെ തടുത്തു. രണ്ടാമത്തെ തെറ്റായിട്ട് പറയുന്നത് അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. ഇത് രണ്ടാമത്തെ തെറ്റായിട്ട് പറയുന്നു. മൂന്നാമത്തെ പാപം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതാണ് മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. നാലാമത്തെ പാപമായിട്ട് അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ 2, 4, 5 പാപങ്ങൾ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നാലാമത്തേത്, ദൈവത്തിൻ്റെ സത്യത്തെ അവർ വ്യാജമായി മാറ്റിക്കളഞ്ഞു. 5-ാമത്തെ തിന്മയായിട്ട് പറയുന്നത്, സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. 5-ാമത്തെ തിന്മ. 6-ാമത്തെ പാപമായിട്ട് പറയുന്നത്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതിന് തക്കവണ്ണം പ്രവർത്തിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാതെ പ്രവർത്തിച്ചു. ടു റിറ്റെയിൻ ഗോഡ് ഇൻ ദെയർ മൈൻഡ് എന്നുള്ള പദമാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കാണുന്നത്. ടു റിറ്റെയിൻ ഗോഡ്. റിറ്റെയിൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിലനിർത്താൻ നാം പരാജയപ്പെട്ടു. ദൈവബന്ധം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിലനിർത്താൻ നാം മടി കാണിച്ചു. അതിന് ഇഷ്ടമില്ലായിരുന്നു എന്ന് തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്. അതിന് നമുക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇതിൻ്റെ വ്യാഖ്യാനം വളരെ വളരെ ശക്തമാണ്. ഈ 6 പാപങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, ഈ തിന്മ ഒരു മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ദൈവം അവരെ ഉചിതമല്ലാത്തതു ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നാണ് പറയുക. ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഈ ഉചിതമല്ലാത്ത പ്രവർത്തികൾ എന്തെല്ലാമാണെന്നാണ് ഞാൻ ആദ്യം വായിച്ച 21 തെറ്റുകളുടെ ലിസ്റ്റ്. ആ ഉചിതമല്ലാത്ത പ്രവൃത്തി ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. നികൃഷ്ട ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? പിശാച്. തിന്മയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു മനുഷ്യൻ. എന്തുകൊണ്ട്? ഈ 6 അടിസ്ഥാന പാപങ്ങൾ മനുഷ്യനിൽ നിന്ന് വന്നതുകൊണ്ട് പിശാചിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടവരായി മാറ്റപ്പെട്ടു. ഇത് സങ്കടമുള്ളൊരു വാർത്തയാണ്. ഇത് നിങ്ങൾക്ക് പലപ്പോഴും ദുഃഖം തോന്നും. എന്തുകൊണ്ട് ദൈവം അങ്ങനെ പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു? പിശാചിന് ഏൽപ്പിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. കാരണം ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനായതുകൊണ്ട് ഈ 6 തിന്മ ചെയ്യുന്ന മനുഷ്യൻ്റെ മേൽ പിശാച് വന്നിട്ട് അവകാശം പറയും ദൈവത്തോട്. പിശാച് പറയും, ഹേ ദൈവമേ, ഇവൻ അനുസരിക്കുന്നത് നിന്നെയല്ല, നിന്റെ കൽപ്പനകളെയല്ല, നിന്റെ വചനത്തെയല്ല ഇവൻ അനുസരിക്കുന്നത്, ഇവൻ എന്നെയാണ് അനുസരിക്കുന്നതെന്ന് വ്യക്തമായി പിശാച് ദൈവത്തോട് അവകാശം ഉന്നയിക്കും. അതുകൊണ്ട് ഇവൻ്റെ അപ്പൻ ഞാനാണ്, ഇവൻ്റെ പിതാവ് ഞാനാണ്, സ്വർഗസ്ഥനായ നിന്നെയല്ല പിതാവായിട്ട് ഇവൻ യഥാർത്ഥത്തിൽ വിളിക്കുന്നത്, ഇവൻ അനുസരിക്കുന്നത് എന്നെയാണ്, അതുകൊണ്ട് ഇവൻ്റെ പിതാവ് ഞാനാണ്. ഈ അവകാശം പിശാച് ദൈവസന്നിധിയിൽ ഉന്നയിക്കുമ്പോൾ ദൈവം നീതിമാനാകൊണ്ട് പിശാചിനോടതങ്ങനെ അല്ല എന്ന് പറയാൻ ദൈവത്തിന് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ ഇപ്രകാരം ഏൽപ്പിക്കപ്പെട്ടവരാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി അനീതി കൊണ്ട് സത്യത്തെ തടു. ഈ 6 പാപങ്ങളുടെ വ്യാഖ്യാനം വാസ്തവത്തിൽ വളരെ വിശദമായ ഒരു വിഷയമാണ്. ഞാൻ സാധാരണ ഇവിടുത്തെ ധ്യാനങ്ങളിൽ അതിനെക്കുറിച്ച് വിശദമായ വ്യാഖ്യാനം നൽകാറുണ്ട്. എന്താണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അനീതി എന്ന് പറഞ്ഞാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒറ്റ വാക്കിൽ ഞാൻ നിർവചിച്ചാൽ വചനവിരുദ്ധമായത് എന്നുള്ളതാണ്. നീതി നിശ്ചയിക്കുന്നത് വചനമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ നീതി നിശ്ചയിക്കുന്നത് വചനമാണ്. വചനാധിഷ്ഠിതമായ ജീവിതമാണ് ക്രിസ്ത്യാനിയുടെ നീതി. അപ്പോൾ നീതി വിരുദ്ധം എന്ന് പറഞ്ഞാൽ വചനവിരുദ്ധം. ആ വചനവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് സത്യത്തെ തടുക്കുന്നു. സത്യമാരാണ്? സത്യം യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വചനവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് സത്യമാകുന്ന ക്രിസ്തുവിനെ തടുക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെ നാം തടുക്കുന്നു. എത്ര വട്ടം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഞാനിതിനെ വളരെ
ആനുകാലികമായ ഒരു ഉദാഹരണത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കുക, ഒരു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ വചന അനുസൃതമായി ജീവിച്ച് യേശു ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ വഴിയൊരുക്കേണ്ടവനാണ്. ഞാനൊരു ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് കരുതുക. ഗവൺമെൻറ് ഓഫീസിൽ ഒരു മാത്യു എന്ന് പേരുള്ള ഒരു സത്യക്രിസ്ത്യാനി ജോലിയാണ്, ഒരു ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യാണ്. ആ മാത്യു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി വേറൊരാൾ കടന്നു വരികയാണ്. വേറൊരാൾ കടന്നു വരുമ്പോൾ ഈ മാത്യുവിനോട് കൂടെ അവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ അറിഞ്ഞവരും അറിയാത്തവരുമായിട്ടുള്ള ആളുകൾ ആ ഓഫീസിൽ മറ്റു ജോലിക്കാരിയ്ക്കുന്നുണ്ട്. മാത്യു യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ആളാണ്, മാമോദിസ സ്വീകരിച്ച ആളാണ്. ഈ കൈക്കൂലിയുമായിട്ട് ഈ മനുഷ്യൻ വന്ന് മാത്യുവിൻ്റെ കയ്യിലേക്ക് ഈ കൈക്കൂലി കൊടുക്കുമ്പോൾ മാത്യു അത് വാങ്ങി കീശയിലിട്ടാൽ എന്ത് സംഭവിക്കുന്നു? ദൈവവചനം വ്യക്തമായി പറയുന്നുണ്ട്, കൈക്കൂലി വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്. അപ്പോൾ വചനവിരുദ്ധമായി മാത്യു പ്രവർത്തിച്ചു, അനീതി പ്രവർത്തിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? സത്യമാകുന്ന ക്രിസ്തുവിന് ആ സമൂഹത്തിൽ ഇടപെടാനുള്ള സാധ്യതയെ മാത്യു തടഞ്ഞു കളഞ്ഞു. എങ്ങനെ? ഇത് മറിച്ചൊന്ന് ചിന്തിക്കുക. മാത്യുവിൻ്റെ അടുത്ത് കൈക്കൂലിയായിട്ട് ഒരാൾ വന്നു. അപ്പം മാത്യു കൈക്കൂലി വാങ്ങിക്കുന്നില്ല, ഞാനിത് വാങ്ങിക്കില്ല. അപ്പോൾ അയാൾ നിർബന്ധിക്കുമ്പോൾ ഈ മാത്യു പറയാണ്, ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്, വചനം അനുശാസിക്കുന്നതിന് വിരുദ്ധമായി ഞാൻ ചെയ്യത്തില്ല, ദൈവവചനനോട് സംസാരിക്കുന്നു, കൈക്കൂലി വാങ്ങിക്കരുത്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കത്തില്ല. അങ്ങനെയാണ് മാത്യു പറഞ്ഞതെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഇരിക്കുന്ന യേശുവിനെ അറിയാത്ത ആളുകൾ ഉൾപ്പെടെ ആ വാക്ക് ശ്രദ്ധിക്കും. ഇത് കൊടുക്കാൻ വന്ന ആൾ ആ വാക്ക് ശ്രദ്ധിക്കും. അവർ ചിന്തിക്കും, അത് ശരി, അപ്പോൾ ഈ യേശു ക്രിസ്തുവിനെ അറിഞ്ഞാൽ അവൻ തിന്മ ചെയ്യില്ല അല്ലേ, അവൻ പാപത്തെ പ്രലോഭനത്തിൽ വീഴുകയില്ല അല്ലേ, കൊള്ളാമല്ലോ, യേശുവിനെ ഒന്ന് അറിയണമല്ലോ. കണ്ടോ, സത്യമാകുന്ന ക്രിസ്തു അങ്ങനെ ആ സമൂഹത്തിലേക്ക് ആഴമായി കടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തു സംഭവിച്ചു? മാത്യു വചനവിരുദ്ധമായി പ്രവർത്തിച്ചതിലൂടെ അവിടെ ഉണ്ടായിരുന്ന സമൂഹം മുഴുവൻ സത്യമാകുന്ന ക്രിസ്തു കടന്നു വരാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ സത്യമാകുന്ന ക്രിസ്തുവിനെ അനീതിയുടെ പ്രവർത്തനത്തിലൂടെ മാത്യു തടഞ്ഞു. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങളോട്. എന്തുകൊണ്ട്? നിങ്ങൾ വചനവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഓരോ കാര്യവും സത്യമാകുന്ന ക്രിസ്തുവിൻ്റെ വരവിനെ വിലങ്ങുതടിയായി മാറുന്ന അനുഭവമാണെന്ന് നിങ്ങൾ തിരിച്ചറിയാറുണ്ടോ? നിങ്ങളൊരു തെറ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിൻ്റെ പ്രവർത്തന സാധ്യതയെ തടസ്സപ്പെടുത്തുന്നു എന്ന വലിയ പാപം ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 18ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, അങ്ങനെയുള്ള മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ വളരെ തീവ്രമായ പദങ്ങളാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടയുള്ള അന്തരീക്ഷത്തെ നിന്റെ വചനവിരുദ്ധമായ പ്രവർത്തനത്താൽ തടയിട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് സങ്കടകരമായൊരവസ്ഥയാണ്, ഇത് നോവിക്കുന്ന സത്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വീണു പോകരുത്. ഒരുപക്ഷെ നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മടങ്ങി വരണം. അനീതി കൊണ്ട് സത്യത്തെ നിങ്ങൾ തടുക്കരുത്, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് തടയിടരുത്. രണ്ടാമത്തെ പാപം പറയുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല എന്നാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ള എക്സ്ക്യൂസ് ചിലർക്ക് പറയാം, ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇത് പറയാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലന് അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരവിരുത് ഈ ലോകത്തിലുള്ള സകല സൃഷ്ടികളിലും ഒളിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് ഒഴിവ് കഴിവ് പറയാൻ ആർക്കും സാധിക്കുകയില്ല. ഞാൻ ആ വാക്യം എക്സാക്ട്ലി അങ്ങനെ തന്നെയല്ല പറഞ്ഞത്, ഞാനതിൻ്റെ വ്യാഖ്യാനമായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. ചില ബൈബിൾ ട്രാൻസ്ലേഷൻസിൽ അത് വളരെ കൃത്യമായി അത് എഴുതിയിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തെളിവ് സകല സൃഷ്ടിയിലും ഉണ്ട്. എന്തിനാ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ മതിയല്ലോ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അത്യത്ഭുതമായ തെളിവുകൾ കാണാൻ. ഈ ശരീരത്തിൻ്റെ ഘടന, അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തന്നെ ലോകത്തിൽ ഒരു ശാസ്ത്രത്തിനും ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സത്യമായി നിലനിൽക്കുകയല്ലേ. ഈയിടെ ഒരു എഞ്ചിനീയർ എന്നോട് പറഞ്ഞൊരു വാക്ക്,
റോബോട്ടിക് സയൻസ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഒരു മനുഷ്യൻ പറഞ്ഞു, റോബോട്ടുകളെ നിർമ്മിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരിക്കലും ഇങ്ങനെ രണ്ട് കാലിൽ നിൽക്കുന്ന ഒരു റോബോട്ടിനെ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ആ രണ്ട് കാല് ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ മുട്ടുകൾ ഇങ്ങനെ മടക്കിയിട്ട് അതിനെ ഒരു പ്രത്യേക ബാലൻസിൽ നിർത്തിയാൽ മാത്രമേ ഈ റോബോട്ടിന് നിൽക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അത്രയേറെ മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ രണ്ട് കാലിൽ നിൽക്കുന്ന ഈ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ അതിശയമാണ്. ഇനി അതുകൂടാതെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസും നമ്മുടെ അസ്ഥികളും ഹൃദയവും കണ്ണും കാഴ്ചയും എല്ലാത്തിലും ഒളിഞ്ഞു കിടക്കുന്ന അത്ഭുതത്തിൻ്റെ രഹസ്യങ്ങൾ എത്ര വലുതാണ്. ഇതിലെല്ലാം അപ്പുറമായി ജീവൻ എന്ന് പറയുന്നതിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നത് ഇന്നും ഒരു ശാസ്ത്രത്തിനും കണ്ടെത്താൻ കഴിയത്തില്ല. ഈ ദൈവത്തെ നീ ദൈവമെന്ന് അറിഞ്ഞിട്ടും നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ടോ, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാറുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് നന്ദി പറയാൻ മാത്രം ഇന്ന് മനുഷ്യന് സമയമില്ല. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ദൈവത്തെ നന്ദിയോടെ ഓർക്കാൻ സമയമില്ല. ഞാൻ ഇന്ന് ഒരു സൺഡേ സ്കൂൾ അധ്യാപകനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഏകദേശം 2000-ഓളം ഇടവകാംഗങ്ങളുള്ള ഒരു പള്ളിയിലെ സൺഡേ സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ കുറേ ഞായറാഴ്ചയായിട്ട് സൺഡേ സ്കൂളൊന്നും നടക്കുന്നില്ല, അസംബ്ലി കൂടി പറഞ്ഞു വിടും. എന്താ കാരണം? 400-ഓളം രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് സൺഡേ സ്കൂളിൽ, പക്ഷേ വരുന്നത് 25-30 ഒക്കെയാണ്. എന്ത് പറ്റി? ഇത്രയും കുട്ടികൾ എവിടെ പോകുന്നു? ഇപ്പോൾ പറയുകയാണ്, അച്ഛാ ഇപ്പം മെഡിസിന് പോകാനുള്ള എൻട്രൻസ് കോച്ചിങ്, എൻജിനീയറിങ്ങിനുള്ള എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ആ ഒരു ട്രെൻഡ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡ് വന്നിരിക്കുന്നു, സിവിൽ സർവീസ് പഠിക്കാനായിട്ടുള്ള ഒരു ട്രെൻഡാണ്. സിവിൽ സർവീസിന് വേണ്ടി 8ാം ക്ലാസ് മുതൽ ഇപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ആരംഭിക്കുകയാണെന്നാണ് പറയുക. നേരത്തെയൊക്കെ എഞ്ചിനീയറിംഗ് മെഡിസിനും 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കുട്ടികളെ പോകുമായിരുന്നുള്ളൂ. ഇപ്പോൾ 8ാം ക്ലാസ് മുതൽ ട്രെയിനിങ് ആണ്. എന്തിന്? സിവിൽ സർവീസിൽ കയറ്റാൻ, എൻ്റെ മക്കൾ IAS IPS ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, എന്തൊരവസ്ഥയാണ്! 8ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾ ഇപ്പോൾ ഞായറാഴ്ച കിട്ടുന്നില്ല സൺഡേ സ്കൂളിൽ നിന്ന് അധ്യാപകൻ സങ്കടപ്പെടുക. ഒരാളും 2 പേരും ഒക്കെ ഉള്ളൂ, അവസാനം പറഞ്ഞു വിടുമെന്ന് പറയുക. ഒന്നാലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, എത്ര സങ്കടകരമാണ്. ദൈവത്തിന് നന്ദി പറയാൻ സമയമില്ല. ഒരു സ്കൂളിലെ ഒരു ടീച്ചർ ഈയിടെ അവരുടെ പേരൻസിനെ, ഒരു കുട്ടിയുടെ പേരൻസിനെ വിളിച്ച് വഴക്ക് പറഞ്ഞതിൻ്റെ കാരണം, ആ പേരൻസ് കുട്ടികളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 1/2 മണിക്കൂർ സമയം മാറ്റിവെച്ചിട്ടുണ്ട്. കുട്ടികൾ 1/2 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമാണ് ആ വീട്ടിൽ. ആ സ്റ്റഡി ടൈം കുറഞ്ഞു പോകുന്നു, ആ പ്രാർത്ഥനയ്ക്കൊന്നും അത്രയും സമയം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ടീച്ചർ ഈ പേരൻസിനെ വിളിച്ച് വഴക്ക് പറഞ്ഞത് എന്ന് ഒരു പേരൻ്റ് എന്നോട് ഈയിടെ സംസാരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്തൊരു ദുരന്തമാണ്! ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തെ മഹത്വീകരിക്കാനായിട്ട് നമ്മുടെ തലമുറയെ നാം പഠിപ്പിക്കുന്നില്ല. ഈ ശാപം എവിടെ കൊണ്ടുവന്ന് തീർക്കും നമ്മൾ? അവസാനം പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിട്ട് പിശാചിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മടങ്ങി വരണം. ഈ തിന്മയിൽ നിന്ന് നാം പുറത്തു വന്നേ പറ്റത്തുള്ളൂ. പിന്നെയുള്ള തെറ്റുകൾ പലതും നിങ്ങളത് നന്നായി വായിച്ചാൽ മനസ്സിലാകും. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജന്തു എന്നിവയുടെ രൂപത്തിലാക്കി മാറ്റി. ഇത് വിഗ്രഹാരാധനയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. വീണ്ടും സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. നമുക്കറിയാം, അതും വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട മേഖലയാണ്. സൂര്യാരാധനയും നക്ഷത്ര നമസ്കാരങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകൾ വരുന്ന തിന്മയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ഇന്ന് ബൈബിളിൽ പറയുന്ന വചനത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ലോകത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ദൈവവചനത്തെ കൃത്യമായി എടുത്തു പറഞ്ഞാൽ ബൈബിളിൽ അങ്ങനെയൊക്കെ പറയൂ എന്ന് പറയുന്ന, അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു തലമുറയാണുള്ളത്. ദൈവവചനത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു തലമുറയാണുള്ളത്. എന്ത് ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കണം. ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ദുരന്തമാണത് പ്രിയപ്പെട്ടവരെ. വീണ്ടും പറയുകയാണ്, ദൈവത്തെ ഹൃദയത്തിൽ നിലനിർത്താൻ ഇഷ്ടമില്ലാത്ത മനുഷ്യൻ. ദൈവത്തെ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്? ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കുകയാണെന്ന്. എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ വിളിക്കും. അല്ലാത്ത സമയത്തൊന്നും ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ റിറ്റെയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, നിലനിർത്താൻ താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന് ഇൻ്റർഫിയർ ചെയ്യാൻ ഞാൻ അവസരം കൊടുക്കില്ല. അതെനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെയാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിലനിർത്താൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് ഒരു വിസിറ്റിംഗ് ഗാഡ് എന്ന നിലയിൽ ഒരു ദൈവത്തെയാണ് നമുക്ക് ആവശ്യം. ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് വിസിറ്റ് ചെയ്തിട്ട് ബ്ലസ് ചെയ്തിട്ട് പോകുന്ന ഒരു ദൈവത്തെ മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് തയ്യാറാണ്, ദൈവമേ നീ ഞങ്ങളെ വന്ന് വിസിറ്റ് ചെയ്യേണ്ട, നീ പള്ളിയിൽ ഇരുന്നാൽ മതി, ഞങ്ങൾ നിന്നെ വന്ന് വിസിറ്റ് ചെയ്തോളാം എന്നുള്ള നിലപാടാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ദുരന്തമാണ്.
ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിലനിൽക്കുന്ന ദൈവ സാന്നിധ്യമായി നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. 26-ാമത്തെ വാക്യം പറയുന്നുണ്ട്, അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. എന്തെല്ലാം അങ്ങനെ പലയിടങ്ങളിലായി പറയുന്നുണ്ട് ദൈവം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്. ഇതൊരു സങ്കടമാണ്. ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നീതിമാനായ ദൈവം പിശാച് അവകാശം പറയുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നുവെങ്കിലും സ്നേഹവാനായ ദൈവം നീതിമാനായതുപോലെ തന്നെ ദൈവം സ്നേഹവാനായതുകൊണ്ട് ഈ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യന് മടങ്ങി വരാനൊരവസരമായി തൻ്റെ ഏകജാതനായ മകനെ, പുത്രനെ മനുഷ്യന് വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ട്. അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട്, അങ്ങനെയാണ് വചനം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ താൻ അധികാരം കൊടുത്തിരിക്കുന്നു. കണ്ടോ, മടങ്ങി വരാനുള്ള വഴി അതാണ്. അവനെ കൈക്കൊള്ളണം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അനുസരിക്കണം, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ അനുസരിക്കണം. ഇവിടെ അനുസരണമില്ലായ്മയാണ് ഈ 6 പാപങ്ങളിലും കണ്ടതെങ്കിൽ ആ അനുസരണയിലേക്കുള്ള മടങ്ങിവരവിലൂടെ ദൈവമക്കളായി മാറാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകുക. അങ്ങനെ മടങ്ങി വരാൻ നമുക്ക് കഴിയണം. അനുസരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. വിശ്വസിക്കുന്നു എന്ന് ആകൊണ്ട് പറയാൻ ആർക്കാണ് കഴിയാത്തത്? അനുസരണയുടെ വിശ്വാസം. അബ്രഹാം ആണ് വിശ്വാസികളുടെ പിതാവായി നാം കാണുന്ന ഒരു ഐക്കൺ. അബ്രഹാം അനുസരണയിലൂടെ തൻ്റെ വിശ്വാസത്തെ പ്രകടിപ്പിച്ച മനുഷ്യനാണ്. യഥാർത്ഥ വിശ്വാസം അനുസരണയിലൂടെ പ്രകടമാകണം. അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന തിന്മയുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മടങ്ങി വരാം. ആ പിശാച് എൻ്റെ കയ്യിലിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്. മടങ്ങി വരൂ, ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് മടങ്ങി വരൂ. നിങ്ങൾക്ക് ഈ തിന്മ ചെയ്യാൻ തോന്നുകയേയില്ല. ഈ പാപത്തിൻ്റെ സ്വഭാവം നിങ്ങളിൽ ലവലേശം ഉണ്ടാവുകയില്ല. ദൈവ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ ക്ഷണം സ്വീകരിക്കാൻ ഇന്ന് നിങ്ങൾ സന്നദ്ധരാണോ? ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളോട് ഇടപെട്ടത്. എൻ്റെ വാക്കുകളായിട്ട് നിങ്ങളിതിനെ എടുക്കരുത്. എൻ്റെ അഭിപ്രായവുമല്ലത്. വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ വാക്കുകൾ, ഈ വചനഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് ധ്യാനിക്കുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന അവസ്ഥ എത്ര ഭയാനകമാണ് നാഥ. അങ്ങേ അനുസരിക്കാതെ പോയതുകൊണ്ടാണ് ഈ ദുരന്തത്തിൽ ഞങ്ങൾ വീണത് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ പാപസ്വഭാവങ്ങളോട് നിത്യം യുദ്ധം ചെയ്യുന്നു. ഞങ്ങൾക്കതിനെ അതിജീവിക്കാൻ കഴിയാത്തത് പിശാചിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് സത്യം ഞങ്ങളെ നോവിക്കുന്നു. മടങ്ങി വരാനുള്ള സാധ്യത അവിടുന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളതും ഞങ്ങൾ കണ്ടു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. അതായത് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. അനുസരണയിലൂടെ, വിശ്വാസത്തിലൂടെ അവിടുത്തെ മക്കളായി മടങ്ങി വന്ന് വിശുദ്ധിയുടെ ദൈവാനുഭവം ജീവിതത്തിൽ നിരന്തരമായി പ്രാപിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.